നമ്മുടെ കുഞ്ഞുണ്ണിയും അമ്മമ്മയും വരുന്നുണ്ട്. ചരുവോ കാട് കൊടുത്ത ഇത്രയും വെള്ളമുണ്ട് അങ്ങോട്ട്. കണ്ടത്തി വെള്ളമായി, വെള്ളം മഴ പെയ്ത് നമ്മുടെ കണ്ടത്തി വെള്ളമായി. എല്ലാവരെയും കണ്ടോ? ഓർമ്മയുണ്ടോ? ചരുവ് ഒഴുകി ഇതിലേ അങ്ങ് പോയി കാണും. തൂമിന്റെ അടുത്ത വെള്ളം കാണിച്ചേടി. മാമി തൂമിന്റെ അടുത്ത വെള്ളം കാണിച്ചു. മാമി ഇവിടെ നിൽക്കല്ലേ, ഇടിഞ്ഞ് അങ്ങോട്ട് ഇടിഞ്ഞ നമ്മൾ ആ വെള്ളത്തിൽ കൂടെ കല്ലേല് മൂക്ക് വരെ. മാമി കണ്ടേ? മാമിയെ കാണുന്നില്ല. ഇതുകൊണ്ട് ഒരു അപ്പൂപ്പൻ നിൽക്കുന്നു. അപ്പുറത്തെ പറമ്പിലെ അപ്പൂപ്പൻ. നല്ല കുട്ടിയാ. കുഞ്ഞു വരും, കുഞ്ഞു വരും. അമ്മ ശരിക്കും ഞാൻ വലിയ സ്വപ്നം കാണുവാണോ? സമയം പോകുന്നു, ഞാൻ പോട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോര് കാച്ചണം, തൈര് മേടിച്ചിട്ടുണ്ട്. ഇത് പാലാട്ടോ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും തൈരും വാങ്ങിച്ചു. ഇത് മാമി തന്ന വിഭവങ്ങളാണ്. അയലക്കറി, ക്യാബേജ് തോരൻ, ഇമ്മിണി കപ്പ വേവിച്ചത്. ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് അയലക്കൊഴുവ മേടിച്ചോണ്ട് വന്നത്. 100 രൂപയ്ക്ക് മേടിച്ചു. കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അത് വറക്കാനായി എടുക്കുന്ന സാധാരണ. അപ്പം ഇന്നിപ്പോൾ വേണമെങ്കിൽ 2 എണ്ണം വറക്കാൻ, ബാക്കി എടുത്തങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് മസാലയൊക്കെ പരത്തി. ചോറ് ഇരിപ്പുണ്ട്. പിന്നെ എന്തുവാ, ഭയങ്കര മഴയായിരുന്നു. കണ്ടത്തിലെല്ലാം വെള്ളം നിറഞ്ഞു. പിന്നെ മൊത്തം കുത്തൊഴുക്കായിരുന്നു. ആ കണ്ടത്തിൽ നിന്ന് നമ്മുടെ ആ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലമില്ല, അവിടോട്ടെല്ലാം കുത്തി ഒഴുകി വെള്ളം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തുവാ, ജാനിക്കുട്ടിയെ ആ വീഡിയോക്കകത്ത് ജാനിക്കുട്ടി, ഞാനും മുത്തും മോനിക്കുട്ടനും കുഞ്ഞോയും കൂടെ ഉള്ള ഒരു വീഡിയോ, ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ജാനിക്കുട്ടിയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ജാനിക്കുട്ടി എന്നിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവളുണ്ടായിരുന്ന അവളെ കൂടെ ഞാൻ ചേർത്ത് കിടത്തിയാനും കേട്ടോ. അപ്പം ഇന്നപ്പം നമ്മളുടെ ജാനിക്കുട്ടിയെയും കുഞ്ഞോനെയൊക്കെ നല്ലപോലെ കണ്ടു. ഇന്ന് വെട്ടവും വിളിച്ചൊക്കെ ഉള്ളപ്പോഴും ഞാൻ അവിടെ ചെന്ന്. ഇന്ന് കറണ്ടൊക്കെ ഉണ്ട്. ഇന്നലെ ആണെങ്കിൽ വെട്ടമില്ലായിരുന്നു, കറണ്ടില്ലായിരുന്നു, ഭയങ്കര മൂടാപ്പായിരുന്നു. കുഞ്ഞു ഉറക്കമായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോക്കകത്തൊന്നും കുഞ്ഞൊക്കെ കാണിക്കുക. ഇന്ന് ഞാൻ അവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ജാനിക്കുട്ടി എനിക്ക് അവൾ വരച്ച പടങ്ങളൊക്കെ വാട്സപ്പിൽ അയച്ചതാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അതുകൊണ്ട് പോയതാട്ടോ. ഒന്നുമല്ല, ഒരു ക്ലേ മേടിച്ചു കൊടുത്തു. അത് ഇവിടെ കേട്ട ഇപ്പം എനിക്കും വേണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് കൊടുത്തു. അപ്പം അവൾ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് അവിടോട്ട് ഇറങ്ങിയതല്ല. ഞാനിങ്ങനെ പോകുന്നതിന് ഞാൻ കുളിച്ച് ജപിച്ചിട്ട് പറഞ്ഞു. ഇത്രയൊക്കെ മഴ പെയ്തിട്ടും ഉഷ്ണത്തിനൊരു കുറവുമില്ല കേട്ടോ. കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. എന്നിട്ട് നമുക്ക് മോര് കാച്ചാം. വേറെ പണിയൊന്നുമില്ല, ചോറ് ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം വരാം. മീനെ മസാല വരട്ടി വെക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടാ പോയത്. മസാല പെരട്ടി 2 എണ്ണം വേണമെങ്കിൽ വറക്കാം. ബാക്കി അങ്ങ് എടുത്ത് വെക്കാം. മീൻകറി ഉള്ളത് കൊണ്ട്, കപ്പ തിന്നാൻ മീൻകറി ഉണ്ട്. മോര്
കറി വെക്കണം. കറണ്ട് പോകുന്നു വരുന്നു ആകപ്പാടെ ബഹളമാണ്. ഇതിനകത്ത് പെറുക്കി വെക്കാം. രണ്ടെണ്ണം ഇരിപ്പുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പാക്ക് ചെയ്യും. കൈ കഴുകട്ടെ. ഇത് നമുക്കെടുത്ത് ഫ്രീസറിലോട്ട് വെക്കാം. എന്നിട്ട് മോര് കറി ഉണ്ടാക്കാം. ഇഞ്ചി വെളുത്തുള്ളും ചതച്ചതൊക്കെ തീർന്നു. മാമി എന്ന് പറഞ്ഞപ്പോൾ കുറേ വെളുത്തുള്ളി പൊടിച്ച് തന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇഞ്ചി ചേർത്ത് അരച്ച് വെച്ചായിരുന്നേ, അത് തീർന്നു. വെളുത്തുള്ളി കുറച്ച് ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ചേർക്കാം മോരിന്. ഇതൊക്കെ രാത്രി ഇൻവേർട്ടർ തന്നെ ഉറക്കിയത് ചുമ്മാ കിടന്ന് പോവും. ഇനി വെള്ളമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നാളിൽ ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോൾ ആരോ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞ അതിനകത്ത് ബാറ്ററി വെള്ളം തീർന്നു കാണുമെന്ന്. മുത്ത് വന്നതൊക്കെ ഫില്ല് ചെയ്തായിരുന്നു. വെള്ളം തീർന്നിട്ടൊന്നുമില്ലായിരുന്നു, എന്നാലും ബാക്കി കുറച്ച് തീർന്നത് മൊത്തം ഫില്ല് ചെയ്തിട്ടാണ് പോയത്. പിന്നെ ഇതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഇനി അടുത്ത പണി. രണ്ട് ചുവന്നുകൂടി അരിഞ്ഞപ്പോഴത്തേക്ക് കാണുന്നു. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഞാൻ അതിനകത്തിട്ട് ഒന്ന് കറക്കിക്കൊണ്ട് വരാം. നമുക്ക് കടുക് വറുത്ത് വെക്കാം. കറണ്ട് എപ്പോഴാ പോകുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞു. കറണ്ട് പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒന്നും കറണ്ടില്ലായിരുന്നു. തുണി കഴുകാൻ കുറേ ആയി. നാളെ എന്തായാലും കഴുകണമെന്ന് വെച്ചിരിക്കുക. കറണ്ട് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കഴിയും. പിന്നെ നമുക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. പച്ചമുളക് ഉണ്ട്, എന്നാലും ഇന്ന് പച്ചമുളക് ചേർക്കാം. എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണേ ചേർക്കുന്നുള്ളൂ. മോരുകറിയൊക്കെ റെഡിയായി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഫോണിന് എന്തോ ഒരു പിണക്കം ഉണ്ടായിരുന്നു. വീഡിയോ അങ്ങ് ഓഫായിപ്പോയി. അന്നേരം പറഞ്ഞ വിശേഷങ്ങളൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് പിന്നൊരു ദിവസം വിശേഷങ്ങളൊക്കെ പറയാട്ടോ. ഇന്നിപ്പം ഞാനൊരു കൈപൊള്ളി മോരുകറിയൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇനി ഒരു 15 മിനിറ്റ് വിശ്രമിക്കട്ടെ. എന്നിട്ട് വന്ന് നമുക്ക് മീൻ വറുത്ത് ചോറ്. ഓക്കേ, നമുക്ക് മീൻ വറക്കാം. പാട്ട് പാടാൻ ഇഷ്ടമുള്ള ഒരു പാടാണ് കേട്ടോ.
എന്റെ മൂളിപ്പാട്ട് കേട്ടാ നിങ്ങൾ ഇവിടുന്ന് കണ്ടാൻ വേണ്ടി ഓടും. എന്നാലും ഞാൻ ചോദിക്കുക, ആ പാട്ട് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടും കേട്ടോ. എന്ത് നല്ല വരികളാണ്. എന്തൊരു പ്രണയാർദ്രമായ വരികളാണ്. ഞാൻ അടച്ചു കാരണം എന്റെ പാടം എല്ലാം എടുക്കാൻ എണ്ണത്തെ തെറിച്ചു വീഴും. ഇന്ന് അവിടെയും കറണ്ട് ഇല്ലായിരുന്നു. ഞാൻ ചെന്ന് കയറിയപ്പോ അവിടെ അജയനാണെങ്കിൽ എന്തോ പറയണേ, മാളത്തിനകത്തും ഈ പത്തായത്തിനകത്ത് എലിയെ പിടിച്ച് കഴിയുമ്പോൾ എലിയാണെന്ന് വട്ടം കിടക്കത്തില്ല, അതേ അവസ്ഥയിൽ ഇരിക്കുവായിരുന്നു. കാരണം ഇന്നലെ പകല് അവിടെ കറണ്ട് ഇല്ലാന്ന് ഉച്ചയ്ക്കൊക്കെ ഇച്ചിരി നേരമൊക്കെ വന്ന് പിന്നെ 4 മണിക്കെങ്ങാണ്ട് കറണ്ട് പോയി കേട്ടോ. എന്നിട്ട് രാത്രിയിലൊന്നും കറണ്ട് ഇല്ല, കട നേരത്തെ അടച്ചിട്ട് പോയി. അല്ലെ സാധാരണ 10:30 ആകുമ്പോഴാണ് കട അടയ്ക്കുന്നത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കട നേരത്തെ അടച്ചു. രാവിലെ വന്ന് രാവിലെയും കറണ്ട്. അന്നാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം വിളിച്ച് പരിചയമുള്ളൊരു KTVയിലെ ഒരു ജോലി പുള്ളിക്കാരുണ്ട്. അദ്ദേഹം ഇവിടെ അല്ല ഡ്യൂട്ടി. അദ്ദേഹത്തിനെ വിളിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നമ്പർ വാങ്ങിച്ച് അദ്ദേഹത്തെ വിളിച്ച് ഒരു പ്രയോജനമില്ല. ഞാൻ ചെന്നപ്പോൾ കറണ്ട് ഇല്ല. ഞാൻ ചെന്ന് കഴിഞ്ഞ് ഉച്ച വരെ കറണ്ട് ഇല്ലാതിരിക്കുമായിരുന്നു. കമ്പ്യൂട്ടറും ഓഫായി, ഇൻവെർട്ടറും ഓഫായി, മൊത്തം ഇതായി. പിന്നെ അണ്ണും അടുത്ത ഷോപ്പിലെ ഒരു പുള്ളിക്കാരനും കൂടെ KSEB പോയി കംപ്ലൈന്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അത് റെഡിയാക്കിയിട്ട് പോയി. ഇതൊക്കെ ഉള്ള മൊത്തം മരമൊക്കെ വീണ് എളുപ്പമായി കിടക്കുമായിരുന്നു. അങ്ങനെ ഇന്ന് അവിടെ ഇരുന്ന് കുറച്ചു നേരം വെന്ത് നീർ രാവിലെ ഏൽപ്പിച്ചോളൂ. 8 മണിക്ക് അവിടെ ചെല്ലണം കേട്ടോ. കേട്ടോ? കേട്ടില്ല. എന്താ കേട്ടില്ല? കേൾക്കാതെ ഒരു കാരണവുമില്ലാതെ എന്നോട് പിണങ്ങി മുഖം വെറുപ്പിച്ച് എന്നോട് മിണ്ടാതിരിക്കും മോൻകുട്ടി. ഒരു കാരണമില്ല. ഒരു കാരണമില്ല. എന്തോ കാരണം? എന്നെ അവിടെ വീട്ടിലില്ല. പോകണ്ട എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് അതുകൊണ്ട് പോകണ്ട. അമ്മ എന്താണ് കള്ളത്തരം പറയുന്നത്? എന്തോ കള്ളത്തരം പറഞ്ഞാല് എന്താ കള്ളത്തരം പറഞ്ഞ? അമ്മ രാത്രി ഇല്ലാ മതി. രാത്രി വിടാമെന്ന് ഞാനും ഞാൻ പറഞ്ഞിട്ടില്ല. രാവിലെ വിടാന്ന് കള്ളത്തരം എന്തോന്നാ പറയുന്നത് കേട്ടോ. കള്ളത്തം പറയുന്നത് വലിയ കള്ളക്കളി. വിശദമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. വേണ്ട. വല്ലപ്പോഴും ഗോപിയുടെ അടുക്ക ആശുവിന്റെ അടുക്ക പോയി കുറച്ചു നേരം കളിച്ചിട്ട് അന്നേരം തന്നെ ഓടി വരും. അതല്ലാതെ എപ്പോഴും ഒരു വീട്ടിൽ ചെന്ന് കയറുന്നൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞതിനാണ് എന്നോട് കിടന്നത്. എവിടെ എന്തോന്നൊന്നും ഞാൻ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു വിഷമമാകുമെന്നും ഞാൻ പറയുന്നു കേട്ടോ. അത്ര ഞാൻ ചെയ്ത തെറ്റ്. പോകണ്ട അമ്മമ്മയുടെ അടുത്ത്, എങ്ങോട്ടും പോകണ്ട, അമ്മമ്മയുടെ അടുത്ത് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അതിന് ഞാൻ രാവിലെ മുഖം വീർപ്പിച്ചാ. എന്നെ വിളിച്ചുമില്ല, ഞാൻ വിളിച്ചില്ല. രാവിലെ മുഖം വീർപ്പിച്ചോണ്ടിരുന്ന ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഉമ്മ ചോദിച്ചിട്ട് മുഖം ഇത്രയും വീർത്തു. ബലൂണാന്നല്ലേ, ബലൂൺ ഇച്ചിരൂടെ അങ്ങ് വീർത്തു. പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. വന്നിട്ട് എന്നോട് മിണ്ടിയില്ല, ഞാനും മിണ്ടിയില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മള് കാലെ പിടിച്ചു വേണമെങ്കിലും ക്ഷമ ചോദിക്കും. പക്ഷെ തെറ്റില്ലാത്തത് നമ്മള് കുറച്ച് ക്ഷമിച്ചു, കുറച്ച് വിട്ടുവീഴ്ച, അതിനപ്പുറം ഒന്നും വേണ്ട. ചോറും ഈ ചട്ടിയുടെ പുറത്തുകൊടുത്ത് ഇങ്ങനെ കോരി ഒഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ അങ്ങോട്ട് പ്ലേറ്റ് പിടിച്ച് ഇങ്ങനെ ഒഴിച്ചാൽ എന്താ എനിക്ക് മീൻ കറിയാ. കറികളൊക്കെ ഇങ്ങനെ പാത്രത്തിന്റെ മുകളിൽ കൂടെ ഇഷ്ടമല്ല. വൃത്തികേട്. കണ്ടോ
ക്യാബേജ് വരുന്നുണ്ട് കേട്ടോ, ക്യാബേജ് തോരൻ. വേണ്ട വേണ്ട ഇച്ചിരി കൂട്ട്. കപ്പ. പിന്നെ മീൻ കറി, അയലക്കറി കേട്ടോ, കുഞ്ഞയല. ഇച്ചിരി ചാറ് ഒഴിച്ചു, ഇച്ചിരി മോര് കറി ഒഴിക്കട്ടെ. ഏറെ മോര് കറി. ഇനി ഒരു മീൻ വറുത്തതും. ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം, സന്തോഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴക്കെടുതികളൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ ആയിരിക്കട്ടെ പ്രാർത്ഥനകൾ. അപ്പം നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.